ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിവസങ്ങൾക്ക് ശേഷം മാർക്കറ്റിൽ അഡ്വാൻസ് ചെയ്ത സ്റ്റോക്കുകൾ ഡിക്ലൈൻ ചെയ്ത സ്റ്റോക്കുകളെക്കാൾ കൂടുതലായിട്ട് കണ്ട ഒരു ദിവസമാണിന്ന്. അപ്പോൾ BSEയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 67% സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്തപ്പോൾ 28% സ്റ്റോക്കുകൾ മാത്രമാണ് ഡിക്ലൈൻ ചെയ്തത്. നമുക്കറിയാം, ഇന്നലെ ഗ്രീൻലാൻഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസും മൊത്തത്തിലുള്ള ഗ്ലോബൽ ക്യൂസ് ഒക്കെ വീക്കായത് കാരണം നിഫ്റ്റിയിൽ വമ്പിച്ച ഫോൾ ഉണ്ടായിരുന്നു. 25,157 ഇന്നലെ നിഫ്റ്റി ക്ലോസ് ചെയ്തത്. എന്നാൽ ഇന്ന് രാവിലെ നിഫ്റ്റി ഓപ്പൺ ചെയ്തപ്പോൾ 25,344 ഓപ്പൺ ചെയ്തത്. അതിനുശേഷം നല്ലൊരു മൂവ് ഉണ്ടാവുകയും 25,435 വരെ നിഫ്റ്റി പോയതായിരുന്നു. എന്നാൽ പിന്നീട് ഒരു ശക്തമായ സെൽ ഓഫ് ഉണ്ടായതായിട്ട് കാണാം. 25,168 ഒരു ഘട്ടത്തിൽ അത് തിരിച്ചു വന്നതായിട്ടും കാണാം. പിന്നീട് വീണ്ടും ഒരു ബൈങ് നിഫ്റ്റിയിലുണ്ടായി. ഇപ്പൊ ഗ്ലോബൽ ഇൻഡിസസ് എല്ലാം ഒരു റിക്കവറി നടന്നതായിട്ട് കാണാം. അപ്പൊ അതിന്റെ ഒരു ഇമ്പാക്റ്റ് ആണ് ഇന്നത്തെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് കാരണമായത്. അപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ ദാവോസിൽ വേൾഡ് എക്കണോമിക് ഫോറത്തിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം ഗ്രീൻലാൻഡിനോടും അതുപോലെ യൂറോപ്പിനോടും മൊത്തത്തിലും ഒരു മൃദുവായ സമീപനം എടുത്തതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു കുതിപ്പാണ് യഥാർത്ഥത്തിൽ മൊത്തത്തിൽ വേൾഡ് വൈഡ് മാർക്കറ്റിൽ നമ്മൾ കണ്ടത്. അപ്പോൾ ഗ്രീൻലാൻഡിനെ സൈനിക ശക്തി ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കയുടെ നിയന്ത്രണത്തിലാക്കില്ലെന്ന് ട്രംപ് വളരെ വ്യക്തമായിട്ട് ഇന്നലെ പറയുകയുണ്ടായി. അതോടൊപ്പം യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെ ഏർപ്പെടുത്തിയിട്ടുള്ള പുതിയ താരിഫ് ചുമത്താനുള്ള ആ ഒരു തീരുമാനം അത് നിലവിൽ മാറ്റിവെച്ചതായിട്ടും അദ്ദേഹം അറിയിച്ചു. അപ്പോൾ ദാവോസിൽ അദ്ദേഹം നാറ്റോയുടെ സെക്രട്ടറി ആയിട്ടുള്ള മാർക്ക് റുട്ടെയുമായിട്ട് നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഗ്രീൻലാൻഡിന്റെ ഭാവിയെക്കുറിച്ച് ഒരു ഫ്രെയിം വർക്ക് തയ്യാറായിട്ടുണ്ടെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ ഫെബ്രുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരാനിരുന്ന താരിഫുകൾ നടപ്പിലാക്കില്ലെന്നും ഈ ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യലിലും പോസ്റ്റ് ചെയ്തതായിട്ടും കാണാം. അപ്പോൾ ഈ ഒരു ഫ്രെയിം വർക്കിന്റെ വിശദാംശങ്ങൾ ലഭ്യമല്ല. എന്നാൽ ഇങ്ങനെയൊരു പ്രഖ്യാപനം ഉണ്ടായത് തീർച്ചയായിട്ടും മാർക്കറ്റിൽ വലിയൊരു ആശ്വാസമാണ് ഇപ്പോൾ അത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് കൂടാതെ പ്രസ് കോൺഫറൻസിൽ ഇന്ത്യ-US ട്രേഡ് ഡീലുമായി ബന്ധപ്പെട്ട് വന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിട്ട് വളരെ നല്ല ഒരു ഡീൽ ഉണ്ടാകുമെന്നുള്ള ഒരു ഉറപ്പ് ട്രംപ് പറഞ്ഞതും നമ്മുടെ മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് സെന്റിമെന്റ്സ് നടക്കാൻ കാരണമായിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഇന്ത്യയും US തമ്മിൽ നടക്കുന്ന ആ ഒരു ട്രേഡ് ടോക്സ് ഒരു പോസിറ്റീവ് ദിശയിലേക്ക് തന്നെയാണ് നീങ്ങുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു സൂചന ആ ഒരു പ്രസ്താവനയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത് തീർച്ചയായിട്ടും വിപണിയിൽ ഒരു കോൺഫിഡൻസ് നൽകാൻ സഹായകമായിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ US മാർക്കറ്റിൽ മൊത്തത്തിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ക്ലോസിംഗ് ആണ് നമ്മൾ കണ്ടത്. അതേപോലെ തന്നെ യൂറോപ്യൻ മാർക്കറ്റും ഏഷ്യൻ മാർക്കറ്റും എല്ലാം ഒരു റിക്കവറി നടന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യാഘാതം എന്നോണം ആളുകൾ ഗോൾഡിൽ നിന്നും സിൽവറിൽ നിന്നും വീണ്ടും ഇക്വിറ്റിയിലേക്ക് അവരുടെ ഫണ്ട് ഷിഫ്റ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാം. കാരണം ഇന്ന് ഗോൾഡിൻ്റെ പ്രൈസ് ഏകദേശം 1% കൂടുതൽ താഴോട്ടേക്ക് വന്നിരുന്നു. അതുപോലെ സിൽവറിൻ്റെ പ്രൈസ് ഏകദേശം 3% കൂടുതൽ താഴോട്ടേക്ക് വന്നിരുന്നു. പിന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മൾ മൊത്തത്തിൽ ബ്രോഡ് മാർക്കറ്റിലെല്ലാം പച്ച കത്തി നിൽക്കുന്നത് കാണാം. കൂടാതെ സെക്ടർ വൈസും ഭൂരിഭാഗം സെക്ടറുകളും പോസിറ്റീവ് തന്നെയാണ് ക്ലോസ് ചെയ്ത്. അണ്ടർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന റിയാലിറ്റിയിൽ മാത്രമാണ് കാര്യമായിട്ടുള്ള ഒരു നെഗറ്റീവ് ക്ലോസിംഗ് നമ്മൾ കണ്ടത്. ഇത് കൂടാതെ കൺസ്യൂമർ ഡ്യൂറബിൾസും ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ബാക്കി എല്ലാ സെക്ടർ ഇൻഡെക്സുകളും ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തതായിട്ട് കാണാം. കൂടാതെ വലിയ തോതിൽ ഷൂട്ടപ്പ് ചെയ്തു പോവുകയായിരുന്ന ഇന്ത്യ വിക്സ് കുറച്ച് കൂൾ ഡൗൺ ആയതായിട്ട് കാണാം. ഇന്ന് 3% അത് താഴോട്ടേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു സൂചനയാണ്. അതുപോലെ ഓപ്ഷൻ മാർക്കറ്റിലെ പുട്ട് കോൾ റേഷ്യോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോൾ സൈഡിലുള്ള ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഇപ്പോൾ 25,500 എന്ന ലെവലിലാണ് നിൽക്കുന്നത്. അതുപോലെ പുട്ട് സൈഡിലുള്ള ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് 25,000 എന്ന ലെവലിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആ 25,000-നും 25,500-നും ഇടയിലുള്ള ആ ഒരു ലെവലിലാണ് മാർക്കറ്റിൻ്റെ ഒരു റേഞ്ച് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അതുപോലെ നിഫ്റ്റിയുടെ ആ ഒരു 200 മൂവിങ് ആവറേജിൻ്റെ ആ ഒരു സപ്പോർട്ട് ലെവൽ ഇന്നലെ ആ ഒരു ലെവലിലായിരുന്നു നിഫ്റ്റി ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ലെവലിൽ നിന്നാണ് തിരിച്ചു വന്നിട്ടുള്ളത്. അപ്പോൾ അതൊരു മേജർ സപ്പോർട്ടായിട്ട് നിൽക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അതുപോലെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് പക്ഷേ നമ്മൾ കാണുന്നത് 25,300-നാണ്. അപ്പോൾ അപ്സൈഡ് മൂവ് ഒരു ലിമിറ്റഡ് ആണ്. കാരണം അവിടെ ശക്തമായ സെൽ ഓഫ് ഇന്ന് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഇന്ന് നിഫ്റ്റിക്ക് യഥാർത്ഥത്തിൽ 25,300-ന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. കാരണം 25,289-ലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ 25,300 വരും ദിവസങ്ങളിൽ വേറെ നെഗറ്റീവ് വാർത്തകളോ ട്രംപിൻ്റെ കാര്യമായ പ്രസ്താവനകളൊന്നും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഈസി ആയിട്ട് മറികടക്കും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. ഇനി നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ ക്രാഷ് കഴിഞ്ഞ 8 ട്രേഡിംഗ് സെഷനിൽ കണ്ടിന്യൂസ് ആയിട്ട് താഴോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഗ്രീൻലാൻഡ് ഇഷ്യൂവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്രാഷിൽ 12% കല്യാൺ ജ്വല്ലേഴ്സ് ക്രാഷ് ആയത്. ഇന്നാണെങ്കിൽ മാർക്കറ്റ് ഒരു റിക്കവറി കാണിച്ചു തുടങ്ങുമ്പോഴും കല്യാൺ ജ്വല്ലേഴ്സ് താഴോട്ടേക്ക് തന്നെയാണ് പോകുന്നത്. 5% ഇന്നും ക്രാഷ് ആയതായിട്ട് കാണാം. അപ്പോൾ ഈ ജ്വല്ലറി സെഗ്മെൻറ്റിലുള്ള അല്ലെങ്കിൽ ഗോൾഡ് സെഗ്മെൻറ്റിലുള്ള എന്തെങ്കിലും നെഗറ്റീവ് ന്യൂസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഫോളാണോ എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മറ്റ് പിയർ കമ്പനികളിൽ ഈ രീതിയിലുള്ള ഒരു ഫോള് കഴിഞ്ഞ 1 വീക്ക് ഉണ്ടായിട്ടില്ല.
ഇപ്പോൾ ടൈറ്റാൻ അതൊക്കെ പോസിറ്റീവിലാണ്, തങ്കമയിൽ ജ്വല്ലറീസ് പോസിറ്റീവിലാണ്. അതുപോലെ ഈവൻ നെഗറ്റീവിൽ നിൽക്കുന്ന സ്റ്റോക്കുകൾ പോലും ഈ രീതിയിലുള്ള വലിയ ഫോൾ നമ്മൾ കാണാൻ കഴിയില്ല. അപ്പോൾ കഴിഞ്ഞ 1 വീക്കിൽ ഏകദേശം 17% കൂടുതലുള്ള ഒരു ഫോളാണ് ഈ കല്യാൺ ജ്വല്ലേഴ്സിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ 8 ട്രേഡിംഗ് സെഷനിലായിട്ട് ഏകദേശം 27% കൂടുതലുള്ള ഒരു ഫോളാണ് ഈ കല്യാൺ ജ്വല്ലേഴ്സിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ 535 എന്നുള്ള ആ ഒരു ഹൈ പ്രൈസിൽ നിന്നാണ് ഈ രീതിയിൽ കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ സ്റ്റോക്ക് താഴോട്ടേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ കമ്പനിയുടെ റിസൾട്ട് ഇനിയും അനൗൺസ് ചെയ്തിട്ടില്ല. അത് വരാൻ പോകുന്നത് ഫെബ്രുവരി 6-ാം തീയതിയാണ്. എന്നാൽ കമ്പനിയുടെ ബിസിനസ് അപ്ഡേറ്റുകൾ അവർ NSEയിൽ ഫയൽ ചെയ്തതായിട്ട് കാണാം. അത്തരം അപ്ഡേറ്റുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കാര്യമായ ഫണ്ടമെൻ്റലി എന്തെങ്കിലും കുഴപ്പമോ എന്തെങ്കിലും ബിസിനസ് ഇഷ്യൂസ് ഒന്നും നമുക്ക് കല്യാൺ ജ്വല്ലേഴ്സിൽ കാണാൻ കഴിയില്ല. അപ്പോൾ അവരുടെ ബിസിനസ് അപ്ഡേറ്റിൽ നമ്മൾ കാണുന്നത് റവന്യൂ 42% ഇയർ-ഓൺ-ഇയർ ഗ്രോത്ത് ആണ്. അതുപോലെ ഇന്ത്യയിലെ ഇവരുടെ ഓപ്പറേഷൻസ് 42% ഗ്രോത്ത് ഉണ്ട്. അതുപോലെ കഴിഞ്ഞ ഫെസ്റ്റീവ് സീസണിൽ സെയിം സ്റ്റോർ സെയിൽസ്, അതായത് അവരുടെ പുതിയ സ്റ്റോറുകളല്ലാതെ നിലവിലുള്ള സ്റ്റോറുകളിൽ നിന്ന് തന്നെ ശക്തമായ ബിസിനസ് ഉണ്ടായിട്ടുണ്ട്. 27% സെയിം സ്റ്റോർ സെയിൽസ് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഇൻ്റർനാഷണൽ ഓപ്പറേഷൻസും 36% വെച്ച് ഇൻക്രീസ് ആയിട്ടുണ്ട്. അവിടെ മിഡിൽ ഈസ്റ്റ് മാത്രം 28% ഗ്രോത്ത് കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഇവരുടെ ഡിജിറ്റൽ സ്റ്റോറായിട്ടുള്ള കാൻഡിയറിൽ 147% വമ്പിച്ച ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ കഴിഞ്ഞ ക്വാർട്ടറിൽ ഇവർ 21ഓളം പുതിയ കല്യാൺ ഷോറൂംസും തുറന്നിട്ടുണ്ട്. അതിലൊന്ന് UK-യിലും കൂടിയാണ്. അപ്പോൾ ഇത്തരത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ബിസിനസ് അപ്ഡേറ്റ് ഉണ്ടായിട്ട് പോലും കല്യാൺ ജ്വല്ലേഴ്സ് താഴോട്ടേക്ക് വരുന്നതിൻ്റെ കാരണം അപ്പോൾ മറ്റെന്തെങ്കിലും ആയിരിക്കുമെന്ന് നമുക്ക് ഒരു നിഗമനത്തിൽ എത്തേണ്ടി വരും. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ റീറ്റെയിലേഴ്സ് അല്ല, കാര്യമായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഒരു ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ് ആണ് ഈ സെല്ലിങ് ഘട്ടം ഘട്ടമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ആ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പോകണമെങ്കിൽ അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകാം. ആ കാരണം പ്രധാനമായിട്ടും നമ്മൾ കാണുന്നത് ഈ കല്യാൺ ജ്വല്ലേഴ്സിലെ പ്രൊമോട്ടർ ഷെയർ പ്ലഡ്ജ് ചെയ്തതുമായി ബന്ധപ്പെട്ട കാര്യമായിരിക്കും. കാരണം നിലവിലിപ്പോൾ 24.89% പ്രൊമോട്ടർ ഷെയറാണ് ഇവർ പ്ലഡ്ജ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ ഈ പ്ലഡ്ജ് ഹിസ്റ്ററി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2024 ആദ്യഘട്ടത്തിൽ അവർ യാതൊരുവിധ പ്രൊമോട്ടർ ഷെയർ പ്ലഡ്ജ് ചെയ്തിരുന്നില്ല. 0% ആയിരുന്നു അവർ IPO ലിസ്റ്റ് ചെയ്ത സമയത്തൊക്കെ അവരുടെ പ്ലഡ്ജിങ്. അവർ ആദ്യമായിട്ട് പ്ലഡ്ജ് ചെയ്യുന്നത് 2.3%ഓളം അവർ സ്റ്റേക്ക് പ്ലഡ്ജ് ചെയ്തത് ഓഗസ്റ്റ് 2024 അന്ന് അവരുടെ ഷെയർ ബൈബേക്കുമായി ബന്ധപ്പെട്ടിട്ട് വാർബർഗ് പിൻകസിൽ നിന്ന് ഇവർ ഷെയർ ബൈബേക്ക് ചെയ്തപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് റേസ് ചെയ്യാനാണ് അത്തരത്തിലൊരു പ്ലഡ്ജിങ് അവർ നടത്തിയത്. പിന്നീട് 2024 ഡിസംബറിൽ ഇവർ 19% ഷെയർസ് പിന്നെയും പ്ലഡ്ജ് ചെയ്യുണ്ടായി. അപ്പോൾ അത് പല ബിസിനസ് അക്വിസിഷൻ്റെ ഭാഗമായിട്ടും അവരുടെ ബിസിനസ് എക്സ്പാൻഷൻ്റെ ഭാഗമായിട്ടുമാണ് അവർ ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള പ്ലഡ്ജ് ചെയ്തിട്ട് ലോൺ എടുത്തിട്ടുള്ളത്. പിന്നീട് ഇവർ പ്ലഡ്ജിങ് ഉയർത്തുന്നത് 2025 ജനുവരിയിലാണ്. അത് 24.8% അവരുടെ പ്ലഡ്ജിങ് ഉയർത്തിയിരുന്നു. ബജാജ് ഫൈനാൻസിൽ നിന്നും ടാറ്റ ക്യാപിറ്റൽസിൽ നിന്നുമൊക്കെ ലോൺ റേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള പ്ലഡ്ജിങ് നടത്തിയത്. അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ 24.89% ഉള്ള ഈ ഒരു പ്ലഡ്ജിങ് അത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഏകദേശം സ്റ്റേബിളായിട്ട് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അത് റെഡ്യൂസ് ചെയ്തിട്ടില്ല. അതായത് ഇവർ ആ പ്ലഡ്ജ് ചെയ്ത ഷെയറുകൾ തിരിച്ചെടുത്തിട്ടില്ല എന്നുള്ളതാണ് അത് ഒന്നാമത്തെ ഒരു റെഡ് ഫ്ലാഗ്. അതുകൂടാതെ മോട്ടിലാൽ ഓസ്വാൾ ഫണ്ട് മാനേജേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിവാദം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം മോട്ടിലാൽ ഓസ്വാൾ അവരുടെ ഹോൾഡിങ് ഈ ഒരു സ്റ്റോക്കിൽ കുറച്ചിട്ടുണ്ട്. 9% 6% കുറച്ചിട്ടുണ്ട്. അത് ഈ സ്റ്റോക്കിലൊരു ഡൗൺ ട്രെൻഡിന് കാരണമായിരുന്നു. അപ്പോൾ നിലവിൽ ഇതിൻ്റെ ഷെയർ പ്രൈസ് പക്ഷേ ഈ 535 എന്നുള്ള ആ ഒരു പ്രധാനപ്പെട്ട ഷെയർ പ്രൈസ് ലെവലിൽ നിന്നും ഇത് മുന്നോട്ടേക്ക് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവർ പ്ലഡ്ജ് ചെയ്ത ഷെയറിൻ്റെ ആ ഒരു വാല്യൂ അത് സ്വാഭാവികമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ ഈ ബാങ്കുകൾ അല്ലെങ്കിൽ ഇവർക്ക് കടം കൊടുത്ത ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവർ ഈ ഷെയറുകൾ സെല് ചെയ്യാൻ നിർബന്ധിതമാവും. അതല്ലെങ്കിൽ ഇവർ അഡീഷണൽ ആയിട്ടുള്ള ഷെയർ പ്ലഡ്ജ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതൊരു വലിയ റിസ്ക് ഫാക്ടർ ഇപ്പോൾ കല്യാൺ ജ്വല്ലേഴ്സ് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ 350 ലെവലിലൊക്കെ സ്റ്റോക്ക് പ്രൈസ് പോയ സ്ഥിതിക്ക് വലിയൊരു പ്രതിസന്ധിയിലാണ് യഥാർത്ഥത്തിൽ ഇവർ പ്ലഡ്ജിങ് സിറ്റുവേഷൻ നിലനിൽക്കുന്നത്. അപ്പോൾ ഒന്നുകിൽ ഇവർ ഷെയർ വിറ്റഴിക്കേണ്ടി വരും, അതല്ലെങ്കിൽ ഇവർ പുതിയ ഷെയറുകൾ പ്ലഡ്ജ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഈ സ്റ്റോക്കിൽ ഉണ്ടാക്കുന്ന ഡൗൺ ട്രെൻഡ് മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് ഒരുപക്ഷെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഈ സ്റ്റോക്കുകളിൽ സെൽ ഓഫ് നടത്തുന്നതാകാം എന്നാണ് പൊതുവെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. അപ്പോൾ ഇതൊക്കെയാണ് ഈ കല്യാൺ ജ്വല്ലേഴ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ നിലവിൽ ഈ 370, 375 ഈ ഒരു ലെവല് ഒരു സപ്പോർട്ടായിട്ട് ഈ സ്റ്റോക്കിൽ നിൽക്കേണ്ടതാണ്. ഇവിടെ നിന്നൊരു റീബൗണ്ട് ഈ സ്റ്റോക്കിൽ ഉണ്ടാവേണ്ടതാണ്. അതുണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു റിക്കവറി സ്റ്റോക്കിൽ ഉണ്ടായേക്കാം. അതല്ല ഈ ലെവല് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ അപകടകരമായ അവസ്ഥയിലേക്കായിരിക്കും ഈ സ്റ്റോക്ക് പോവുക.
ഇനി നമ്മൾ മാർക്കറ്റിലെ ചില സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ, ഇപ്പോൾ ഏകദേശം 1000 കോടി മാർക്കറ്റ് ക്യാപ്പിന് മുകളിലുള്ള ഏകദേശം 8ഓളം സ്റ്റോക്കുകൾ അതിൻ്റെ 200 മൂവിങ് ആവറേജിന് മുകളിലേക്ക് ട്രേഡ് ചെയ്യുന്നതായിട്ട് കാണാം. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ നിഫ്റ്റിയൊക്കെ 200 മൂവിങ് ആവറേജിന് ടച്ച് ചെയ്ത് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ അതിന് താഴോട്ടേക്ക് പോയപ്പോൾ ഈ സ്റ്റോക്കുകളൊക്കെ ഇപ്പോഴും 200 മൂവിങ് ആവറേജിന് മുകളിൽ നിൽക്കുന്നതായിട്ട് കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കുകൾ ഒരു അപ്പ് ട്രെൻഡിലാണ് എന്ന് നമുക്ക് പറയാം. അത്തരത്തിലുള്ള ഒരു 8 സ്റ്റോക്കുകളെ കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. അതിലൊന്ന് MRPL ആണ്, അഥവാ മാംഗ്ലൂർ റിഫൈനറി പെട്രോ കെമിക്കൽസ്. ഇത് ONGCയുടെ ഒരു സബ്സിഡിയറി കമ്പനിയാണ്, PSU കമ്പനിയാണ്. ഇതിൻ്റെ 200 മൂവിങ് ആവറേജ് 142 എന്ന പ്രൈസ് ലെവലിലായിരുന്നു. അതിന് മുകളിലായിട്ട് ഇപ്പോൾ 154 എന്ന ലെവലിലാണ് ഈ സ്റ്റോക്ക് നമ്മളിപ്പോൾ കാണുന്നത്. ഇതുപോലെ മറ്റൊരു സ്റ്റോക്ക് ക്രെഡിറ്റ് ആക്സിസ് ഗ്രാമീണാണ്. ഇത് ഈ നോൺ ഡെപ്പോസിറ്റ് ടേക്കിംഗ് NBFC ആണ്. മൈക്രോ ഫൈനാൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ കമ്പനിയുടെ ഇപ്പോഴത്തെ കറണ്ട് പ്രൈസ് 1440 ആണ്. 200 DMA 1270 ആയിരുന്നു. അതിന് മുകളിലേക്ക് ഇപ്പോൾ സ്റ്റോക്ക് വന്നതായിട്ട് കാണാം. മറ്റൊരു സ്റ്റോക്ക് ലാറ്റ് റവന്യൂസ് ടെക്നോളജിയാണ്. ട്രാവൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ബുക്കിങ്ങും അതുപോലെ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഇക്സിഗോ എന്ന് പറയുന്ന ആ പ്ലാറ്റ്ഫോമിൻ്റെ പാരന്റ് കമ്പനിയാണ് ലാറ്റ് റവന്യൂസ്. ഇതിൻ്റെ 200 മൂവിങ് ആവറേജ് 230 എന്ന ലെവലാണ്. ഇപ്പോൾ സ്റ്റോക്ക് ഇപ്പോൾ അതിന് മുകളിൽ 255 എന്ന പ്രൈസിലാണ് ഇന്ന് ട്രേഡ് ചെയ്തത്. മറ്റൊരു സ്റ്റോക്ക് എസ്കോട്ട് കുബോട്ടോ ആണ്. അഗ്രി മിഷനറി കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് അതുപോലെ റെയിൽവേ എക്യുപ്മെൻറ്റ്സ് ഒക്കെ നിർമ്മിക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് കോൺഗ്ലോമറേറ്റ് ആണ് എസ്കോട്ട്സ് കുബോട്ട. അതിൻ്റെ 200 മൂവിങ് ആവറേജ് 3516 ആണ്. ഇപ്പോൾ പ്രൈസ് ഇപ്പോൾ 3565 ലെവലിൽ ഉയർന്നതായിട്ട് കാണാം. മറ്റൊരു സ്റ്റോക്ക് യൂനി പാർട്സ് ഇന്ത്യയാണ്. ഹൈവേ വെഹിക്കിളുകളിലും അഗ്രികൾച്ചർ മിഷനറി കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ്റിലൊക്കെയുള്ള എഞ്ചിനീയറിംഗ് സിസ്റ്റംസ് സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു കമ്പനി അതിൻ്റെ 200 DMA നമ്മൾ കാണുന്നത് 412 എന്ന ലെവലിലാണ്. അതിന് മുകളിൽ ഇപ്പോൾ 427 എന്ന ലെവലിലാണ് ലാസ്റ്റ് ട്രേഡിംഗ് പ്രൈസ് ഈ സ്റ്റോക്കിൽ നമ്മൾ കാണുന്നത്. മറ്റൊരു സ്റ്റോക്ക് സൈഡസ് വെൽനസ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഇത് ഹെൽത്ത് വെൽനസ് മേഖലയിലെ പ്രൊഡക്റ്റുകൾ നിർമ്മിക്കുന്ന ഈ കമ്പനി ഇപ്പോൾ ഷുഗർ ഫ്രീ അതുപോലെ എവർ യൂത്ത് ന്യൂട്രലൈറ്റ് പോലെയുള്ള ബ്രാൻഡുകൾ ഈ സ്റ്റോക്കിൻ്റെ കീഴിലാണ്. ഇതിൻ്റെ 200 DMA നമ്മൾ കാണുന്നത് 420 എന്ന ലെവലിലാണ്. 431 ഇതിൻ്റെ നിലവിലെ കറണ്ട് മാർക്കറ്റ് പ്രൈസ്. മറ്റൊരു സ്റ്റോക്ക് അർമാൻ ഫൈനാൻഷ്യൽ സർവീസസ് ആണ്. ഇതും സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു നോൺ ബാങ്കിങ് ഫൈനാൻസ് കമ്പനിയാണ്. പ്രത്യേകിച്ച് സെമി റൂറൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ കമ്പനിയുടെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഇപ്പോൾ 1645 ആണ്. ഇതിൻ്റെ 200 മൂവിങ് ആവറേജ് 1565 എന്ന ലെവലാണ്. അതിന് മുകളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഫൈനലായിട്ട് ONGC ആണ്, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ. നമുക്കറിയാം ഇന്ത്യയിലെ ക്രൂഡ് ഓയിൽ രംഗത്തെ പ്രൊഡക്ഷനിൽ ഏറ്റവും അധികം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഏകദേശം 71% ഇന്ത്യയുടെ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ ഈ ONGCക്കാണ്. ഇതിൻ്റെ കറണ്ട് 200 മൂവിങ് ആവറേജ് 241 ആണ്. സ്റ്റോക്കിൻ്റെ പ്രൈസ് അതിൽ നിന്നും കുറച്ച് ഉയർന്നിട്ട് ഇപ്പോൾ 243 എന്ന ലെവലെത്തിയതായിട്ടും കാണാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കാം. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.